എന്തായി അമ്മന്റെ തീരുമാനം? ഇതിപ്പോ ചെറുതാക്കിയറിയാനല്ലേ നീ പറഞ്ഞേ? അതല്ല അമ്മ, സത്യേട്ടന്റെ വീട്ടിൽ പോണ കാര്യം എന്തായിരുന്നു? അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ അമ്മ ഒരു കൊല്ലമായില്ലേ ഇവിടെ നിക്കുന്നു. ഇപ്പൊ 2 കൊല്ലം സത്യേട്ടന്റെ വീട്ടിൽ പോയി നിക്കണല്ലേ, അതിന്റെ ഒരു രീതി അങ്ങനെയല്ലേ? അല്ല, അതിപ്പോ അവൻ എന്തെങ്കിലും ഒന്നും പറയാതെ എങ്ങനെയാ? സത്യേട്ടന് അമ്മേനെ നോക്കിക്കോളാ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ എല്ലാം എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിനക്കുള്ളതൊക്കെ തന്നിട്ടില്ലേ? ആ, എനിക്ക് തന്ന കാര്യമൊന്നും അമ്മ പറയണ്ട. അല്ല അമ്മ, അവിടെ നിൽക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അവിടെ ആവുമ്പോ വീട്ടിൽ AC ഉണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവിടെ ഇല്ലേ? അതല്ലേ കുറച്ചുകൂടെ നല്ലത്. നിനക്കിപ്പൊ ഞാനിവിടെ നിക്കണത് ഒരു ബുദ്ധിമുട്ടാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ இல்ல அப்படி இல்லை சார். சார் அது என்ன இங்க கொஞ்சம் ப்ராப்ளம்ஸ் இருக்கு சார், அதான். இல்ல நெக்ஸ்ட் வீக் கண்டிப்பா வந்துடுவேன் சார். சார் வந்துடுவேன். சரி சார், சரி சார், வணக்கம் வணக்கம். അതെ, ചെന്നൈയിൽ നിന്ന് ശ്രീധരൻ സാറാ വിളിച്ചത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യം എന്തായെന്ന് ചോദിച്ചാ വിളിച്ചേ. ടിക്കറ്റ് എടുക്കണം എനിക്ക്. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ റേറ്റ് കൂടും. ഇതൊരു തീരുമാനം ആവാണ്ട് നമ്മൾ എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത്? ഇത് തീരുമാനം എന്ന് പറഞ്ഞാൽ സത്യശീലനെ വിളിച്ചിട്ട് കാര്യം പറയേ. മോക്കുള്ള അതേ ഉത്തരവാദിത്വം തന്നെയാണ് മോനും ഉള്ളത്. പിന്നെ അവനെന്താ ഒന്നും അറിയാത്തവനോ നടക്കണേ? എന്താടാ കൊറേ നേരമായല്ലോ. എന്താ സംഗതി? അതെ, അച്ഛൻ പോയി വല്ല കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. എന്തേലും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങണ പരിപാടി അച്ഛന് പണ്ടേ ഇല്ല മോനെ. അങ്ങനെ അച്ഛൻ കിടന്നുറങ്ങിയിരുന്നെങ്കിലേ ഇന്നിപ്പൊ നിനക്ക് കിടന്നുറങ്ങാൻ ഈ വീടുണ്ടാവില്ല. എന്താ വേണം കുട്ടി? എന്താ കാര്യം? എന്താ പണ്ടമ്മേ? അല്ല, അമ്മയ്ക്ക് സത്യേട്ടന്റെ വീട്ടിൽ പോണെന്ന്. പോയിക്കോട്ടെ, അതിനിപ്പോ നിങ്ങക്ക് എന്താ? പോണെന്ന് പറഞ്ഞാ അയാളൊന്ന് കൂട്ടിക്കൊണ്ട് പോണ്ടേ? അപ്പൊ നിങ്ങൾ കൂട്ടി കൊണ്ടുപോകുന്നാ? അച്ഛാ, ഞങ്ങൾക്ക് ചെന്നൈ പോണം. അടുത്ത ആഴ്ച അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതാ. എന്നാ താൻ പോണോ? ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും ഇവളും കൂടെ പോണത്. എന്നാ പിന്നെ അങ്ങനെ പോട്ടെ. നിങ്ങൾക്ക് എന്താ ഇവിടെ നിൽക്കാൻ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങക്ക് ഇവിടെ നിന്നൂടെ? അച്ഛന് എന്തറിഞ്ഞിട്ടാണ് പറയണത്? അച്ഛനും ഒരു പരുവത്തിന് വയ്യാണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വയ്യാത്ത സ്ത്രീയും കൂടെ ആര് നോക്കുന്നാണ്? എന്നാ പിന്നെ അമ്മേനെ കൊണ്ടുപോവാ ചെന്നൈക്ക്. അച്ഛൻ എന്ത്? എന്താ നിന്റെ പ്രശ്നം? എന്റെ അളിയെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അതായത് ഇവളുടെ ആങ്ങള, ഈ അമ്മയുടെ മോൻ. അവനെന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? മോക്ക് മാത്രമേ ഉള്ളൂ. 1 വർഷം ഇവിടെ ഞങ്ങൾ നിർത്തി നോക്കിയല്ലോ. അങ്ങനെയാണപ്പോ. മോന്റെ ഉത്തരവാദിത്വം ഒന്നും പറയാനില്ല, എനിക്കുണ്ടല്ലോ മോൻ. അതേ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവര് നിൽക്കട്ടെ. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് അത് അവരവിടെ കൊണ്ടുപോയാക്കുക. എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈക്ക് പോകുമ്പോ കൊണ്ടുപോകാം. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്? നീ വന്നടി, ചെന്നൈക്ക് പോകുമ്പോ കൊണ്ടുപോകാന്ന്. മക്കൾക്ക് പിന്നെ വേറെ മോൻ അവന് ഉത്തരവാദിത്വം ഒന്നും വേണ്ടല്ലോ. ഇവിടെ ഞാൻ അച്ഛനെ നോക്കണുണ്ടല്ലോ, എന്റെ അച്ഛനായുണ്ട്. അപ്പൊ അവന്റെ അമ്മ എന്താണ്? അവൻ നോക്കണം. അച്ഛൻ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവൻ? ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഇവനൊക്കെ എന്റെ വർത്തമാനം ഉണ്ടല്ലോ. വയസ്സായതൊക്കെ തന്നെ സ്ഥിതി. അതൊന്നും കാര്യാക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ ഇഷ്ടം ചോദിച്ചാൽ അവിടെ നിൽക്കാം. അല്ലെങ്കിൽ ധ്യാനം അങ്ങോട്ട് കേൾക്കുക, ധ്യാനം അങ്ങോട്ട് നിൽക്കുക. തന്നെ ഒരു മക്കള് ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിച്ചൂടാ. മാതൃത്വം നെഞ്ചേറ്റി സൂക്ഷിക്കുന്ന പിഞ്ചു മനസ്സുകൾക്ക് അമ്മ എന്ന വികാരം. അമ്മേ, പാട്ടിന്റെ ഒരു ഇത് കളയല്ലേ. എന്റെ അമ്മേനെ കുറിച്ചല്ലേ പാടുന്നത്? ഇത് നിന്റെ അമ്മ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ രാഘോട്ടനി? എന്താ ഇന്നത്തെ ദിവസം? അതും അറിയില്ലേ? ഇന്നാണ് ലോക മാതൃദിനം, അമ്മമാരുടെ ദിവസം. ഒരു നല്ല അമ്മേരെ ഫോട്ടോ എടുത്ത് എനിക്ക് ഫേസ്ബുക്കിൽ ഇടണം, സ്റ്റാറ്റസ് ഇടണം, വാട്സപ്പില്. അതെ, നിന്റെ അമ്മേരെ ഫോട്ടോ ഇട്ടാ പോരെന്ന്. എന്റെ അമ്മേരെ ഫോട്ടോ മോന്ത കണ്ടാൽ എന്ത് ഭംഗിയുണ്ട. ഒരു ഭംഗിയിലെ ഫോട്ടോ ഇവിടെ ചുക്കിച്ചൊളിഞ്ഞ് വല്ലാത്തൊരു മുഖാണ്. അത് പോരാ രാഘവട്ട, കാഴ്ചക്ക് നല്ല ഭംഗിയില്ല ഒരു അമ്മ വേണം. മാതൃദിനത്തിൽ ആ ഫോട്ടോ ഭയങ്കര രസം ഉണ്ടാവും. എന്നാ പിന്നെ ഐശ്വര്യ ഫോട്ടോ. ഐശ്വര്യന്റെ ഫോട്ടോ നമുക്ക് ഒന്നിച്ച് സെൽഫി എടുക്കാൻ പറ്റൂല്ലോ. എങ്ങനത്തെ? ഒന്നിച്ച് കിട്ടണം. ഫോട്ടോ എടുത്തിട്ട് ഒരു അങ്ങനെയല്ല മാതൃദിനത്തെ. അങ്ങനെ വേറെ എത്ര ഫോട്ടോ ഉണ്ടാവും? ഫോണിൽ എത്ര ഫോട്ടോ ഉണ്ട്? ഇല്ലടാ, നിന്റെ അമ്മേരെ ഫോട്ടോ കാണിച്ചേ. നിന്റെ അമ്മേരെ ഫോട്ടോ അങ്ങോട്ട്
അത് നോക്കാതെ പോരെ, ഇതേ ദൂരം പോകുന്നല്ലേ, അടുത്ത ആളുമായി. ഞാൻ എന്റെ അമ്മേന്റെ ഫോട്ടോ ഇടുന്നല്ലേ ആടെ വച്ചിട്ടോ. അല്ല ഉണ്ണി, നീ എന്നാ ഉദ്ദേശിക്കുന്നത്? ചാകോട്ടാ, നല്ല കവിയൂർ പൊന്നമ്മേനെ പോലെ ഐശ്വര്യമുള്ള, പ്രൗഢിയുള്ള, ആട്യത്വമുള്ള ഒരമ്മേനൊക്കെ വേണം. എന്തിന്? എടോ, ഈ ഫേസ്ബുക്ക് ലൈക്ക് കിട്ടണമെങ്കിൽ, സ്റ്റാറ്റസ് ആരൊക്കെ നോക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിലേ കിട്ടൂല മോനെ. വെറുതെ ഇങ്ങനത്തെ വീടാക്കിയിട്ട് അമ്മേനിട്ട് ഒരു കാര്യമില്ല. കാര്യം വേണ്ട, അമ്മ ചെയ്യുന്നതിന് എന്താ കാര്യം വേണ്ട ഓട്ടാ. ഉണ്ണി, നീ പറഞ്ഞ എല്ലാ ഗുണവും ഒരു അമ്മയുണ്ട്. സത്യശീലന്റെ അമ്മ മണ്ടോതിരി. മണ്ടു അമ്മ, അതൊരു എടുപ്പാ. കവിയൂർ പൊന്നമ്മ തന്നെ. അത് തോറ്റു. കവിയപ്പണ്ണ ഒന്നുമല്ല, ഇതൊരു കുട്ടിയാനെ പോലെയാ. അമ്മോ, സത്യേട്ടാ. എന്താ ഉണ്ണിയാ? സത്യേട്ടാ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തുണ്ട്? സുഖമല്ലേ സത്യേട്ടാ? ഓ, സുഖമായിട്ടിരിക്കണം. അതല്ലേ, എന്താ ഈ വഴിക്കൊക്കെ? വെറുതെ. എന്നാ ശരി. സത്യേട്ടാ, ഏ? അതെ, ഏ. ഇന്ന് ലോക മാതൃദിനല്ലേ സത്യേട്ടാ? ഓ, ലോക മാതൃദിനം ഇന്നാണോ? ഇന്നാണ് സത്യേട്ടാ. ആ, അത് ശരി. ആ, ഓ, കറക്റ്റാ. അതെ, പിന്നെ എനക്ക് സത്യേട്ടന്റെ അമ്മേന്റെ ഒരു ഫോട്ടോ എടുക്കണം, ഒരു സെൽഫി. എന്തിന്? അതെ, ഞാൻ അത് ഫേസ്ബുക്കിൽ ഇടണം, എനക്ക് സ്റ്റാറ്റസ് ഇടണം. ഇത് ലോക മാതൃദിനല്ലേ? എടാ ഉണ്ണിയെ, അതിന് സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടാ ഇടുക. എന്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ നീ ഇടുന്നത്? ലോകത്തിലെ എല്ലാ അമ്മമാരും എന്റെ സ്വന്തം അമ്മമാരാണെന്ന് ഞാനൊരു ക്യാപ്ഷൻ അടിയിലിടും. പിന്നെ പ്രശ്നമില്ലോ. അത് തിരക്കല്ല, അത് കുഴപ്പമില്ല, അത് നല്ലതാ. അമ്മേനെ വിളിക്ക് ഇങ്ങോട്ട്, ഒരു ഫോട്ടോ എടുത്താണ് ഞാൻ പോയിക്കോളാം. അല്ല, ഇതിന് അമ്മ ഇവിടെ ഇല്ല. ഇല്ല. കാള് പറയുന്നത് കളവല്ല ഇവിടെ ഇല്ല. പിന്നെ പെങ്ങളുടെ അവിടെ റാണിയുടെ എവിടെയാണ്? അത് ദൂരമല്ലേ സത്യേട്ടാ? ആ, 1 വർഷമായി പോയിട്ട്, 1 വർഷവും 3 ദിവസമായി. അറിഞ്ഞിട്ടാ. ഇപ്പൊ സത്യേട്ടന്റെ അനുഭവത്തില് എവിടെയെങ്കിലും ഉണ്ടാ ഒരു അമ്മ? നിനക്ക് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയ ഒരു അമ്മ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിക്കാം കേട്ടാ. ഓ, അന്വേഷിച്ച് കിട്ടുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. എന്റെ നമ്പറിന് നമ്പറിന്റെ അടുത്ത് ഉണ്ടല്ലോ. എന്റെ നമ്പർ ഉണ്ടോ? പിന്നെ എല്ലാവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്നെപ്പം വിളിച്ചിനോ? എന്നെപ്പം വിളിച്ചിട്ടുണ്ട്. നിന്നെ വിളിച്ചിട്ടുണ്ട്, പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, എവിടെ പണിയൊക്കെ? പണിയെല്ലാം ഇങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ട്. ആ, അപ്പൊ ശരി കേട്ടോ, വിട്ടോ. കണ്ടാ പറയാം. പറയണോ? പറയാം. എവിടുന്ന് വരണടാ ഇവൻ? ഓ, അപ്പൊ ഇന്നാണ് മാതൃദിനം, ലോക മാതൃദിനം. അല്ല ശ്രീധർ സാർ, അതല്ല പ്രോബ്ലം സാർ. இல்ல சார், இப்ப என்ன பிரச்சனைன்னா வீட்டுக்குள்ள ஒரு பாம்பு கேறி இருக்கு. பாம்பினை வெளியில ஆக்கிட்டு வீடு பூட்டிட்டு வேணும் நாங்க அங்க வரேன் சார். பாம்பு எடுத்து கலைஞ்சா கண்டிப்பா வந்துடும் சார். நெக்ஸ்ட் வீக் கண்டிப்பா வந்துடும். ப்ராமிஸ் சார், ப்ராமிஸ் സാർ. സാർ ഓക്കെ ഓക്കെ. പാമ്പാ? എവിടെ പാമ്പ്? നിന്റെ അമ്മേരെ റൂമിലൊരു പാമ്പ് കയറി പോയി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശ്രീധരൻ സാറാണ് വിളിച്ചത്. കുറെ ദിവസം അങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക. അടുത്ത ആഴ്ച ഉറപ്പായിട്ടും പോണം ചെന്നൈയിൽ. നീ വന്നില്ലെങ്കിൽ ഞാൻ പോകും. അത് പറ്റില്ല, എനിക്ക് ചെന്നൈ കാണണ്ടേ. ചെന്നൈ കാണാൻ നിന്റെ അമ്മ എവിടെയെങ്കിലും കൊണ്ടിട്. അതിന് അമ്മ പോയാലല്ലേ എനിക്ക് താല്പര്യമായിട്ടാണോ? ഞാൻ ഒരു കാര്യം പറയാം റാണി, നിവൃത്തിയില്ലെങ്കിൽ വല്ല ഉറക്കപ്പുളിയും കൊടുത്തിട്ട് ഏതെങ്കിലും അനാഥാലയത്തിന്റെ മുമ്പിൽ കൊണ്ട് ഞാനങ്ങ് വെക്കും നിന്റെ അമ്മയെ. എന്റെ അമ്മയെ മാത്രം ആക്കണ്ട, നിങ്ങളുടെ അച്ഛനെയും കൂടെ കൊണ്ടുപോകും. അത് ഞാൻ ആലോചിക്കാതിരിക്കില്ല. അതുകൊണ്ട് അളിയാ, ദൈവമേ, നിന്റെ അമ്മയെ കൊണ്ടുപോകുന്ന അറിയാ. ഇത് എവിടെയാണ്? ഒന്നും പറയണ്ട. എത്ര വർഷമായി കണ്ടിട്ട്? വർഷോ? 1 വർഷം കഴിഞ്ഞ് കണ്ടിട്ട്. ഇല്ല. അന്ന് അമ്മ ഇവിടെ കൊണ്ടുവന്ന് ആക്കിട്ട് പോയ ഓക്കല്ലേ? ഇല്ല, 6 മാസം. ഇല്ല. 1 വർഷമായോ? 1 വർഷവും 3 ദിവസമായി. ആണോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, എത്ര പെട്ടെന്നാ കാലം പോകുന്നത്. സത്യം പറഞ്ഞ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. എനിക്ക് കുറേ വർഷമായ പോലെ തോന്നുന്നുണ്ട്. എന്താന്നറിയാളിയാ, ഒരുപാട് സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഒന്നിലും നോക്കി നടത്താൻ ആള് ഞാൻ തന്നെ പോകണ്ടേ. പിന്നെ പണിക്കാരൊന്നും കൃത്യസമയത്ത് വരില്ല, പറഞ്ഞ പണികൾ ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങ് നീണ്ടു പോയതാണ്. ഇതിലിടയ്ക്ക് വരേണ്ടതായിരുന്നു ഞാൻ. കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ?
എന്താടി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖായിരിക്കണേ ഏട്ടാ. നമുക്ക് ഇവിടെ പരമസുഖമല്ലേ? ആ അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സുഖായിരിക്കുന്നേ. ഏട്ടന് ഇടയ്ക്ക് കാണണം ഇങ്ങനെ പറയലുണ്ട് അമ്മ, അങ്ങോട്ട് വരണം എന്നൊക്കെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഗുളിയോട് അധികം മാറ്റി തന്നിട്ടുണ്ട്. അപ്പൊ കഴിച്ചോണ്ടിരുന്ന ഗുളികകള് അതിപ്പോ 3 നേരം ആക്കി. 3 നേരമാക്കി. അപ്പൊ ഒന്നും കുറച്ചില്ല. ഇല്ല, മരുന്ന് ഇങ്ങനെ ഭക്ഷണം പോലെ കഴിച്ചോണ്ടിരിക്കല്ലേ അമ്മ. രാവിലെ ഉച്ചയ്ക്ക് എന്നുള്ളത് വീണ്ടും കൂടി കൂടി അപ്പൊ രാത്രി കൂടി ആക്കി. അപ്പൊ രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി അങ്ങനെ 3 നേരം ഉണ്ട്. അമ്മ ഒന്ന് എവിടെയാ? അമ്മ ടി വി ഉണ്ട്, അവിടെ ഉണ്ട്, ടി വി കണ്ടോണ്ടിരിക്കുക. അമ്മേ അമ്മേ. ഓക്കെ എടി, എനിക്ക് തോന്നുന്നു അളിയൻ അമ്മയെ കൊണ്ടുപോകാൻ വന്നാണ്. ഉറപ്പല്ലേ മരുന്നിന്റെ കാര്യം ആ, ചോദിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വെച്ചോ. അമ്മേ എന്താ അമ്മേ? എന്താ എന്താ കുട്ടി കാണിക്കണേ? ഇവിടെ ഇരിക്കും. ഹായ്. ശ്രീധർ സാർ, വണക്കം സാർ. സാറേ, ഞാൻ നാളേക്ക് അങ്ങ് വരും, ചെന്നൈക്ക് വരും. കണ്ടിപ്പോ വരും സാർ. ഇല്ല, പാമ്പ് പിടിക്കാൻ ആള് വന്നു സാർ. പാമ്പിനെ ജീവനോടെ ഉയരോടെ എടുത്ത് കൊണ്ടുപോകാൻ ഒരാള് വന്നു. വരും സാർ. എന്താ കുട്ടിക്ക് വേണ്ടത്? ഒന്നും വേണ്ട. കഴിക്കാൻ ഒന്നും വേണ്ട. എന്ത് കഴിക്കുന്നു? ചായ. ചായ ഒന്നും വേണ്ട. ചായക്കൊന്നും ഇരിക്കാൻ നേരില്ല അമ്മേ. ഓണം വിടുന്നേ. ഇന്നിപ്പോ എന്താ വെച്ചാൽ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് വന്നതല്ലേ. അല്ല, ഇന്ന് മറ്റേ ലോക മാതൃദിനാണേ. ലോക മാതൃദിനം. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? എന്താ ഫോട്ടോ? എന്തിനാ ഫോട്ടോ? എന്താ? ഇതിലൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടാം. അതിന് വേണ്ടിട്ടാണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ, ഇനി അമ്മക്ക് ഇത് കഴിക്കാൻ പാടില്ല, ലഡുവാണ്. നോക്കണ്ട. നോക്കി. ഒരെണ്ണം കഴിച്ചോളൂ. എടാ, ഷുഗർ കൂടുതലുണ്ട് ഇത്ര. അണ്ണാ, അത് സാരില്ല. അതിന് ഗുളി കഴിക്കണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അങ്ങനെ ഒരു ഫോട്ടോ കൂടാ. അങ്ങനെ ഒരു ഫോട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ കടിച്ചോടൊക്കെ കടിച്ചോണ്ട് അങ്ങനെ ഇതിലേക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതന്നെ മതി. ഓക്കെ. സൂരജ്, ഞാൻ പറഞ്ഞ 2 ടിക്കറ്റ് ഒന്ന് കൺഫേം ചെയ്തു. ചെന്നൈ. അത് തന്നെ. റാണി, മന്മഥൻ. അതെ. ഓക്കെ താങ്ക് യു. അതെ, എല്ലാം എടുത്തോ? എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെ ആണല്ലേ? മരുന്നും സംഭവങ്ങളൊക്കെ എടുത്തല്ലോ? ഇതിലുണ്ടോ നോക്കട്ടെ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ. നമ്മള് ചെന്നൈ പോവല്ലേ? എന്നെ പോവാതെ സത്യം പറഞ്ഞ സമാധാനമായത്. കാറ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോവാ? ഞങ്ങള് ചെന്നൈക്കല്ല, കാശിക്ക് പോവാ. സത്യയുടെ വന്നിട്ട് അച്ഛാ അമ്മയെ കൊണ്ടുപോവാൻ. അതാ, അത് ശരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എന്നാ ഞാൻ ഈ വേഷം ഒന്ന് മാറ്റാം. ഇതൊന്നും മാറ്റത്. അതിലിവിടെ കഴുക്കൊക്കെ ഉണ്ട്. എവിടേക്ക്? അങ്ങോട്ട് പോവല്ലേ? ഇവിടെ നിന്നോ മതി. ഇവിടുത്തെ അത്ര സൗകര്യം അവിടെ ഇല്ല. അതാണ് എനിക്ക് നോക്കാനേ ഇവിടെ സമയം. എനിക്ക് പണിസ്ഥലത്ത് കൂടെ കറങ്ങണ്ടേ? അതില്ല, ഞാൻ അവിടെ നിക്കാൻ പിള്ളേർ. അത് നടക്കില്ലേ? ഞാൻ പോയിട്ടൊരു കാര്യം, ഞാൻ പോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം കേട്ടോ. വേറെന്താ? എന്നാ ഞാൻ പോട്ടെ. എന്നാ ശരി കേട്ടോ.
അപ്പോ അളിയാ ഞാൻ അങ്കളെ എവിടെയാണോ തന്നെ കാണാനില്ലല്ലോ. കുറച്ചായി കുറച്ചൊന്നല്ല, കൊറേ നാളായി. ഒരു കൊല്ലായി അവര് പറയണപ്പോ. അവര് പറയണോന്നല്ല, ഒരു കൊല്ലായി ഉണ്ടാവും. ഒരു കൊല്ലായി ഇടയ്ക്കൊക്കെ കൊണ്ട് വരണ്ടേ, പെങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ. എന്താ പണിത്തിരക്കാണെന്നേ. 9 സൈറ്റില് പണി നടക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടേ. അങ്ങനെ നീണ്ടു പോകുന്നതാണ്. പിന്നെ മാതൃദിനാണ്. അപ്പൊ അമ്മയൊന്ന് കണ്ടിട്ട് ഒരു അനുഗ്രഹം മേടിക്കാം. ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ കിടാന്ന് വിചാരിച്ചു വന്നതാ. അതല്ല, അത് നല്ലതാ. മനസ്സിൽ ചെയ്യലും ഫേസ്ബുക്കിൽ കിടക്കാം. എന്താ അല്ല, അതൊക്കെ നല്ലതാണ്, അതൊക്കെ വേണം പറയാ. എന്നാ പിന്നെ ഞാനവിടെ ഇറങ്ങട്ടെ. അളി അങ്ങനെ പോയാ എങ്ങനെ ശരിയാവും? ഇല്ല ഊഴഴിക്കാനൊന്നും സമയമില്ല, തിരക്കാണെന്ന്. അതല്ലേ എന്റെ അളി, അതല്ല അമ്മയുടെ കാര്യം. അമ്മ ഹാപ്പിയാണ്, ഇവളെ അസലായിട്ട് നോക്കണ്ടെന്നാ പറഞ്ഞു. പിന്നെന്താ, എനിക്ക് അവിടെ ഇരിക്കാത്തൊരു സമാധാനം ഉണ്ട് ഇപ്പൊ. അപ്പൊ ഇനി വേറൊരു കാര്യം, നീ നമ്മുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, നിന്റെ കാര്യം കൂടെ നോക്കണം. ശരിട്ടാ, ശരി. ഇല്ല പോട്ടെ. അപ്പൊ തന്നെ അടുത്ത കൊല്ലം കാണാം. അപ്പൊ ശരി. അപ്പൊ ഇവിടുത്തെ നടന്നില്ല. ഇവിടുത്തെ പണി കഴിഞ്ഞ് പൊളിഞ്ഞു അല്ലേ? പദ്ധതി നടന്നില്ല.